ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ വെളുത്ത പയറും ഉരുളൻകിഴങ്ങും കൂടി കറി വെക്കുന്നത് കാണിച്ചു തരാം. ഇത് പയർ ഞാൻ തലേദിവസിയെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഉരുളൻകിഴങ്ങ് തൊലി പൊളിച്ചിട്ട് ഇതിൻ്റെ നാലായിട്ട് മുറിച്ച് ഇട്ടു. ഇത് ഞാൻ കുക്കറിനകത്ത് ഇത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നീണ്ട വീഡിയോ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പം ഞാൻ ഇതിനകത്ത് ഇതും വെള്ളം ഇത്ര ഒഴിച്ചിട്ടുണ്ട്. ഇത് 4 പേർക്കൊക്കെ ഉള്ള കറി വെക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ സ്വാദനുസരണം ഞാൻ ഉപ്പിട്ടു. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടിയും, പിന്നെ ഇതിനകത്തൊരു ശകലം കറി സോഡ പൗഡർ പൊടിയെ ഒരു ശകലം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിന് ഞാൻ 3 സീറ്റി അടുപ്പിക്കും. സീറ്റി അടുപ്പിച്ച് കഴിഞ്ഞ് ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ അരപ്പ് ചേർക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടി വെച്ചിട്ട് ഇതിനകത്ത് ഞാനിപ്പോൾ ഗ്യാസ് ഓണാക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കടുകെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഞാനിതിൽ കടുകെണ്ണ ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ അത്യാവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഞാനിതിൻ്റെ ഇത്രയും എണ്ണ ഒഴിച്ചു. നമുക്ക് ആവശ്യത്തിന് എന്തോരാ വേണ്ടെങ്കിൽ അതനുസരിച്ച്. ഞാനിവിടെ 2 സവോള എടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള സാധനം 2 ചെറിയ തക്കാളിക്ക് അരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ശകലം കടലക്കറി വെക്കുന്ന മസാലപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ജീരകവും പിന്നെ അയമോദകവുമാണ്. അയമോദകം ഒരു ശകലം 1/4 സ്പൂൺ വെച്ച് രണ്ടും. ഞാൻ ഈ അയമോദകം ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഗ്യാസൊക്കെ പിടിക്കുകയല്ലേ, വായു കയറത്തില്ലേ, അതുകൊണ്ടാണ്. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഓൾറെഡി ഞാൻ കുക്കറിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടതായതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അരപ്പ് മിക്സ് ആകാൻ വേണ്ടിയിട്ട്, അതിനകത്ത് ഉപ്പ് കൂടാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ഞാൻ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ആയിട്ടൊന്ന് ഇടുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എണ്ണ നല്ലപോലെ ചൂടാവണേ. എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് ചൂടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്തൊന്ന് പുക വരും. പുക വന്നു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണയ്ക്ക് ഇങ്ങനെ സ്മെല്ല് വരത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നല്ലപോലെ എണ്ണ ചൂടായി ശകലം പുക വന്നുകൊണ്ടിരിക്കുമ്പം നമുക്ക് അറിയാൻ പറ്റും എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടെന്ന്. ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് കുറച്ച് വെക്കും. എപ്പോഴും ഗ്യാസ് കൂട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ ഇതിൽ. അപ്പം ഗ്യാസ് കുറച്ച് വെച്ചിട്ട് ഞാൻ ആദ്യം ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജീരകവും അയമോദകവും കൂടെ വെച്ചിരിക്കുന്നതാണ് ഇടുന്നത്. അത് ഇട്ട് കഴിയുമ്പം ഇതിനകത്ത് പുക വന്നുകൊണ്ടിരിക്കുകയാണ് എണ്ണയ്ക്ക്. ഇതുണ്ട്, നല്ലപോലെ പുക വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ ഗ്യാസ് കുറച്ച് വെച്ചു. കുറച്ച് വെച്ച് കഴിഞ്ഞ് എനിക്ക് തോന്നി ഇത് ഇച്ചിരി എണ്ണ കൂടുതലാണ്. അപ്പം ഞാൻ ഇത് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഇങ്ങോട്ട് മാറ്റിയെടുത്ത് ഒരു ശകലം എണ്ണ ഇതിൽ നിന്ന് മാറ്റി വെച്ച്. കാരണം എനിക്കിത് പിന്നെയും ഇതിൻ്റെ നല്ലപോലെ പുക വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് വെച്ചുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പം ഇതിലോട്ട് ഞാൻ ഈ ജീരകവും അയമോദകവും കൂടി ഇട്ടു. കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതിൽ ഇടും ഇത് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി. അപ്പം ഞാനിത് ആദ്യം ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് സ്മെല്ല് വരും. നമ്മൾ സവോള ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ ഇതിടുന്നെങ്കിൽ നമുക്കിതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കിതിൻ്റെ സ്മെല്ല് വരും. അപ്പം ഈ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സവാള ഇടുന്നതിന് മുന്നേ ഞാനിതിടുന്നത്. അപ്പം ഇത് ഇച്ചിരി ഒരു കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് സവാള ഇടും. ഞാനിപ്പം ഗ്യാസ് സ്ലോയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം അത് കൂട്ടി വെക്കേണ്ട ഇപ്പം ആവശ്യമില്ല. സവാള ഇട്ട് കഴിഞ്ഞാണ് ശകലം ഒന്ന് കൂട്ടി വെക്കുന്നത്. ലോ ഫ്ലെയിമിലായിപ്പം കളർ ചേഞ്ച് ആയി. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് സവാള ഇടുകയാണ്. ഈ സവാള ഇട്ടു. ഇനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സവാള ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിരുന്നതാണ്.
അപ്പോൾ ഇത് വഴറ്റാൻ എളുപ്പമുണ്ട്. വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു ശകലം ഉപ്പ് ഓൾറെഡി അതിനകത്ത് ഇട്ടിരിക്കുന്ന കാരണം, കുക്കറിനകത്ത് ഇട്ടിരിക്കുന്ന കാരണം കൊണ്ട് ഞാൻ വളരെ കുറച്ച് ഉപ്പ് ഇടുകയാണ്. ഉപ്പ് ഇടുന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളം ഇറങ്ങും സവോളയുടെ, നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ലതായിട്ട് വഴറ്റി നമുക്ക് കിട്ടും. കുറച്ചൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് മസാല ചേർക്കും. ഇത് കുക്കറിൽ 3 വിസിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇതിൻ്റെ ഗ്യാസ് നിർത്തി വെക്കുവാണ്. ഇനി അത് തുറന്നു നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോഴത്തേന് നമ്മളുടെ മസാല ഇവിടെ റെഡി ആവുകയാണല്ലോ. അപ്പം ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇതുണ്ട്. ഇത് നോക്കൂ, എണ്ണ ഇറങ്ങാൻ തുടങ്ങി. ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് വഴറ്റി കിട്ടുന്നതാണ്. അപ്പം എണ്ണ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് നമുക്ക് ഈ മസാല ഇടാം. കുറച്ച് ഒത്തിരി അങ്ങ് വഴറ്റണ്ട, ബ്രൗൺ കളറൊന്നും ആകണ്ട. കാരണം നമ്മൾ ഇതിന് ഒത്തിരി ബ്രൗൺ കളർ വലിയ കളറൊന്നും വേണ്ട. അപ്പം ഓൾറെഡി ശരിക്കും നല്ല കറിയായിട്ട് വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇനിയിപ്പം ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ്. കുറച്ച് ചേർക്കുന്നുള്ളൂ, ഒത്തിരി കളറാകും. മഞ്ഞൾപ്പൊടി ഓൾറെഡി ഞാൻ ചേർത്തിരുന്നതായതുകൊണ്ട് അതനുസരിച്ച് വളരെയധികം ചേർക്കുന്നില്ല. ചോട്ടി പിടിക്കാതെ നോക്കണം. എണ്ണ ഇറങ്ങുന്നതുണ്ടോ? എണ്ണ ഇറങ്ങാൻ തുടങ്ങി, എണ്ണ കാണാൻ തുടങ്ങി. ഇതിൽ എണ്ണ കണ്ടോ കാണാൻ തുടങ്ങി. അപ്പം നമ്മൾ ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടി ചേർക്കാം. കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇളകി കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എണ്ണ ഇച്ചിരി കൂടെ കൂടുതലാണെങ്കിലും നമുക്കത് അതിനകത്ത് എപ്പോഴും ഒന്നും ഇളക്കേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ അത് ബ്രൗൺ ആയിക്കൊണ്ടിരിക്കും. എന്നാൽ ബ്രൗൺ ആവുകയും വേണ്ട. അപ്പം ഇതിനൊരു കളർ ചേഞ്ച് ആയി കഴിഞ്ഞപ്പം നമ്മൾ ഇതിനകത്തോട്ട് മസാലപ്പൊടി ചേർക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനകത്ത് മുളക് പൊടി, ശകലം മല്ലിപ്പൊടിയും, ശകലമുള്ളൂ വളരെ കുറച്ച്, 1/2 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത്. കാരണം ഇത് നമ്മൾ ഒന്നാമത് കൊഴുത്ത് വരുന്നതാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടി കൂടുതൽ ചേർത്ത് അങ്ങനെ കൊഴുത്തിരിക്കും കറി. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കടല മസാലപ്പൊടി ഇതിനകത്ത് ഇടുമ്പം ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ശകലം മീറ്റ് മസാലപ്പൊടിയാണെങ്കിലും ഇടാം. അപ്പോൾ ഈ കടല മസാലപ്പൊടി ഞാൻ ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് അതാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. ഇനിയിപ്പം ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇത് തക്കാളിക്ക ചോപ്പ് ചെയ്തതാണ്. ഇത് ഞാൻ അരച്ചതല്ലായിരുന്നു, ചോപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ ഇത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കളറൊന്ന് നല്ല ഇതായി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇത് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സായി കഴിയുന്നു. ഞാനിത് ചേർക്കും. ഇനി ഇത് ശരിക്കൊന്ന് വഴത്തണം. ഇനി ഇത് നമുക്ക് ശരിക്കൊന്ന് ഇളക്കി സൈഡെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ചോട്ടി പിടിച്ചതും എല്ലാം ഒന്ന് നേരെയാകും. ഇനി ഇത് നമുക്ക് എണ്ണ വരുന്നിടം വരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് വഴറ്റിയാൽ മതി. നമ്മളിത് തവിയിൽ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം കൂടെ ഒന്ന് ഇതിനകത്തോട്ട് ഇറക്കുക. വരുമ്പോൾ എണ്ണ വരുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇവിടെ നമ്മുടെ മസാല റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലപോലെ വഴന്ന് വരുന്നുണ്ട്. ഇതിൻ്റെ എണ്ണ വരുന്നിടം വരെ നമുക്ക് ഇത് വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ഈ കുക്കറൊന്ന് തുറന്ന് നോക്കാം. കുക്കർ ഇതിൻ്റെ നമ്മുടെ 3 വിസിൽ അടിച്ചു കഴിഞ്ഞു. ഇത് 3 വിസിൽ കഴിഞ്ഞ കാരണം കൊണ്ട് ഇത് ഓൾറെഡി ഇത് ശരിക്കും ഓക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ലപോലെ വെന്തു ഇത്. അപ്പം ഇത് നമുക്ക് എണ്ണ ഇതിൻ്റെ ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ഇവിടെ മസാലയും റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഇത് എണ്ണ ഇറങ്ങാൻ തുടങ്ങി. അപ്പം നമ്മൾ മസാലയ്ക്കകത്തോട്ട് നമ്മളിത് ചേർക്കാം. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇത് മിക്സ് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ഈ കുക്കറിനകത്തുനിന്ന് ഞാൻ പയറും ഉരുളക്കിഴങ്ങും കൂടെ വിസിലടിപ്പിച്ചത് നമ്മൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പം ഇത് മസാലയെല്ലാം ഓക്കെ ആയി. ഇതങ്ങനെ വെച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ശകലം പുറത്തുകൂടെ ഒന്ന് കടുക് പൊട്ടിച്ച് ചേർക്കാം. അപ്പം ഇത് നല്ലപോലെ തിളച്ച് വരണം. അപ്പം ഞാനിത് അടച്ചു വെക്കുകയാണ് തിളച്ച് വരാൻ വേണ്ടിയിട്ട്.
ഞാനിതിന് അടപ്പ് വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ ഞാനിത് ഗ്യാസ് വെച്ചു. നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പം നമ്മൾ മസാലയും നല്ലപോലെ വഴറ്റിയതായതുകൊണ്ട് അധികം ഇത് ചെയ്യേണ്ട. ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കത് ഓഫാക്കി കഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ചേർക്കാം. അത്രമാത്രം അത് കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ മാറ്റി വെച്ചിരുന്നത് ഇതിനകത്തോട്ട് ഞാൻ ഗ്യാസ് ഓണാക്കി. ജസ്റ്റ് എണ്ണ ചൂടായാൽ മാത്രം മതി. കാരണം നമ്മളിത് ഓൾറെഡി നല്ലപോലെ ചൂടാക്കി വെച്ചിരുന്ന എണ്ണയായതുകൊണ്ട് എണ്ണ ജസ്റ്റ് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് അതിനകത്തോട്ട് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടുക് 1 സ്പൂണ്, ഇത് കരിയാപ്പില 2 വറ്റൽമുളക്, ഇത്രയും സാധനമാണ് ഇടുന്നത്. നമ്മളുടെ കൂട്ടത്തിൽ നമ്മളുടെ ഇതുണ്ട് ഇവിടെ പയറും ഉരുളൻകിഴങ്ങും കൂടെ ഉള്ളത് നമ്മൾ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്കത് ഒന്ന് ശരിക്കും കണ്ടോ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വെള്ളപ്പയറാണെങ്കിലും ചുമലപ്പയറാണെങ്കിലും ഏത് പയറാണെങ്കിലും ഇങ്ങനെ നമുക്ക് കടലക്കറി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം. കടല ഇങ്ങനെ ആണ് ഉണ്ടാക്കുന്നത്. കടലയ്ക്ക് ഇച്ചിരി ഡിഫറൻസ് ആണെന്നേ ഉള്ളൂ. അത് ഞാൻ വീഡിയോ ഇടാം. നിങ്ങളെല്ലാവരും ആവശ്യപ്പെടുകയാണെങ്കിൽ ഡൽഹി സ്റ്റൈലിൽ കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മുടെ ഇത് കറി നല്ലപോലെ തിളച്ച് വന്നപ്പോൾ ഞാനിത് നിർത്തി വെക്കുകയാണ്. ഇത് ഗ്യാസ് നിർത്തി വെച്ചു. ഇനി നമ്മൾ എണ്ണ ഇവിടെ ചൂടായി കഴിഞ്ഞു. നമ്മളിത് കടുക് ചേർക്കുകയാണ്. കടുക് ഇട്ട് കഴിഞ്ഞ ഉടനെ നമുക്കിത് ഗ്യാസ് നിർത്തി വെക്കണം. കാരണം എൻ്റെ ചെറിയ പാനായതുകൊണ്ട് ഇത് ഞാൻ നിർത്തി വെച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞു. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇതും കൂടെ ചേർത്തു. ഇത് ഞാൻ കടുക് പൊട്ടിച്ചു കഴിഞ്ഞു. കടുക് ഞാൻ ഇതിനകത്ത് ചേർക്കുകയാണ്. അപ്പം എൻ്റെ കറിയുടെ പ്രോസസ്സ് റെഡിയായി കഴിഞ്ഞു. ഇത് ഞാൻ എല്ലാവരും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ നമ്മളുടെ കറി റെഡിയായി കഴിഞ്ഞു. കറി കാണുന്നത് പോലെ തന്നെ ടേസ്റ്റുമാണ്. ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. എൻ്റെ കുട്ടികൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഭക്ഷണം കഴിക്കുന്ന എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത കഴിക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷേ ഇത് ഉറപ്പായിട്ടും കഴിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുതേ.